അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ്. ഇത് തൃശ്ശൂർ വടുകപ്പുളി എന്ന് പറയും, നാരകം എന്ന് പറയും, അച്ചാർ കറി നാരങ്ങ എന്നും പറയും. ഇത് നമ്മൾ തൊലി ചെത്തിയിട്ട് എന്ന് പറഞ്ഞാൽ നല്ലോണം ഉണക്കിയുള്ളത് തൊലി ചെത്തേണ്ട ആവശ്യമില്ല. അത് പച്ചയിൽ തന്നെ നമുക്ക് നുറുക്കിയെടുക്കാം. അതിൻ്റെ കുരെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് നല്ല നാടൻ പച്ചമുളക് കേട്ടോ, ഇങ്ങനെ കുരുകുരാന്നരിയ. അത് എന്ന് പറഞ്ഞാൽ നല്ല രസത്തിലരിയണം. കുറച്ചെടുത്തോ, ഒരു എരിവിനെല്ലായിട്ട് കുറച്ചൊക്കെ എടുക്കാം. പിന്നെ ഉപ്പ്, പിന്നെ എന്താ വേണ്ടേ, നമ്മുടെ അതിന് വേണ്ടി കുറച്ച് മഞ്ഞൾ വേണം. മഞ്ഞൾ വേണം, ഉപ്പ് വേണം. അത് ഈ പാത്രത്തിൽ ഇങ്ങനെ ചേർക്കുക. അതെ, അത് ഇതേപോലെ ഇങ്ങനെ കുറേശ്ശെ ചേർക്കുക. അല്ല, അങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് അത് വരണ്ടിയിട്ടുള്ളൂ കേട്ടോ. കംപ്ലീറ്റ് മുളകല്ലേ കളയണ്ട. മഞ്ഞപ്പൊടി ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തൂക്കുക. കറിവേപ്പിലല്ലേ, നമ്മുടെ നാടൻ വീട്ടിലുണ്ടായ സാധനങ്ങൾ. ഇതൊക്കെ വീട്ടിലുണ്ടായതാണ്, എൻ്റെ വീട്ടിലുണ്ടായതാണ്. ഞാൻ കറിവേപ്പിലിടുക. എന്നിട്ട് നമുക്ക് കുറച്ച് ചൊറുക്കുക, ഒരു 3-4 ടേബിൾ സ്പൂൺ ചൊറുക്കുക. അതിങ്ങനെ കുറച്ചിങ്ങനെ തൂവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിന് നല്ലോണം ഞെരടാന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ച് ആരെങ്കിലോട്ടും ദേഷ്യം ഉണ്ടെങ്കിൽ അത് തീർക്കണ പോലെ നമ്മളതിനെ ഞെരട്ടി എൻ്റെ അമ്മ ഒരു മണം സ്മെല്ലും വന്നിട്ടാ. ആ കറിവേപ്പിലും പച്ചമുളകിൻ്റെ ഫ്ലേവറെല്ലാം ഇങ്ങനെ വന്നിട്ട് എന്താണെന്ന് പറയില്ലേ, അതങ്ങനെ എടുത്തിട്ട് നമുക്കൊരു ഭരണിയിലേക്ക് ഇങ്ങനെ ഇടാം. അത് ഭരണി നല്ലോണം വൃത്തിയായിരിക്കണം കേട്ടോ. ഞാൻ അങ്ങനെ കാട്ടുമ്പോൾ ഫസ്റ്റത്തെ വീടിയല്ലേ, അതിൽ വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് അത് ഭരണിയിൽ ഇങ്ങനെ നിറയ്ക്കുക. നമുക്ക് അതിനിട്ട് ഒരു തുണി, നല്ല കോട്ടൻ്റെ തുണി അത് വേണം, എന്തായാലും നിർബന്ധമാണ്. കോട്ടൻ്റെ തുണി അത് പതുക്കെ മുകളിൽ വയ്ക്കല്ല, അടിയിലേക്ക് ഇറക്കി വയ്ക്കുക. ഇറക്കി അത് മൂടുന്ന പോലെ അടിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അത് ഭദ്രമായിട്ട് അടയ്ക്കുക. എന്നിട്ട് നമുക്ക് അത് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് എടുത്ത് അങ്ങോട്ട് കഴിച്ച് നോക്കിയേ.